ഗെയിമേഴ്സ് എല്ലാവർക്കും നമ്മുടെ ദേവസ്വത്തിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ടീം മൊത്തമുണ്ട്. സൂപ്പർ ബോബ് ഡോട്ട് ലീവ്സ് എല്ലാം നമ്മുടെ ടീം ഫുൾ ഉണ്ട് അല്ലേ. നമ്മളിന്ന് കേസ് നമ്മുടെ മൈനിങ് ഏരിയക്ക് പോയപ്പോൾ നമുക്ക് ഒരു ട്രയൽ ചേമ്പർ കിട്ടി. ഞാൻ മൈൻ ചെയ്തുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ പറയാൻ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ പോയിട്ട് എടാ കുഞ്ഞിടാട്ടല്ല അപ്പോടാ അപ്പോൾ അവിടെ പോയിട്ട് നമ്മളിങ്ങനെ ഫുൾ റൈഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ടീമേറ്റ് ഫുൾ PPS ആണ്. ഡോട്ട് ലീവ്സൊക്കെ ഭയങ്കര PPR അല്ലേ, കുട്ടിയിട്ടാണോ അല്ലേ, അത് ഭയങ്കര PPR അതുകൊണ്ടാണ് പറയണം അവൻ ഭയങ്കര PPR. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. പിന്നെ നമുക്ക് ഇന്നൊരു മാപ്പ് റൂം ഉണ്ടാക്കണം, ടാസ്ക്കാണ്. സോ എല്ലാ കൂട്ടർക്കും ഈ നേരെ നമുക്ക് വീടൊക്കെ പോയാലോ, മാറിപ്പോയി. ഓക്കെ, എല്ലാ കൂട്ടർക്കും നമുക്ക് നേരെ വീടൊക്കെ പോകാം. ഓക്കെ, സോ ഗൈസ് ഇനിയുള്ള ഞാൻ 10H കളിക്കുന്നത്. കാരണം ഭയങ്കര വലിയൊരു ഫൈറ്റ് കേസ്, ഒരു 36 മിനിറ്റ് അടുത്തുണ്ടാകുന്ന കേസ്. കാരണം ഫുൾ ഇറങ്ങി അടിക്കുന്ന കേസ്. ചെറിയ നെറ്റിലാക്കണം. കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല, ഞാൻ എൻ്റെ അമ്മൻ്റെ വീട്ടിലാണ്. അപ്പോൾ ചെറിയ നെറ്റിലാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കുറേ ഇഷ്യൂ ഞാൻ ബഗ്ഗാവലും മോനെ സീൻ ഫൈറ്റ് ചെയ്ത് കേസ്. നിങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, പക്ഷെ ക്ലിയറായി കാണാനല്ല. ഞാൻ പിന്നെ നമുക്കൊരു ദിവസം ഫുള്ളായിട്ട് എനിക്ക് സെറ്റപ്പ് എടുക്കുക കേസ്. കാരണം നമുക്കിപ്പോൾ മൈക്കൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മൈക്കൊക്കെ വാങ്ങിയിട്ട് വൈബായിട്ട് നമുക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ നമുക്ക് സെറ്റപ്പായി ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യാതെ നമുക്ക് ഇങ്ങനെ കളിക്കുമ്പോൾ തന്നെ എടുക്കാൻ പറ്റുള്ളൂ കേസ്. കാരണം എനിക്ക് എൻ്റെ വോയിസ് ക്ലിയർ ആവും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലേ കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ സെറ്റപ്പ് ഫൈറ്റ് ചെയ്യുന്ന കേസ്. ഓക്കെ, നമ്മൾ ചാവാറൊന്നുമില്ല, നമ്മൾ അത്യാവശ്യം സെറ്റപ്പായിട്ട് നമ്മൾ പോയിടാണ്, മനസ്സിലായോ. പ്രൊട്ടക്ഷൻ ഫോർ വല്ലതാണ് നമ്മളടുത്ത്. പിന്നെ നമ്മൾ 3 ടീമേറ്റ്സ് ഉണ്ടല്ലോ, ഇവരൊക്കെ ഭയങ്കര പ്രോഗ്രസ് ആണ്. പിന്നെ നമുക്ക് മേസിന് കിട്ടിയില്ല. പിന്നെ നമുക്ക് കീ എക്സ്ട്രാ ഒക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഫുള്ള് ഇടാൻ വോട്ടിനായില്ല. അപ്പോൾ നമുക്ക് ഇനി വേറെ ഒരു ട്രയൽ ചേമ്പർ ഫ്യൂച്ചർ കണ്ടിരിക്കാം. നമുക്ക് അതിൽ പോയിട്ട് നമുക്ക് നമ്മളെ ഇപ്പോഴുള്ള കീയൊക്കെ നമുക്ക് ഇടാം. അതാണ് പ്ലാൻ വരുന്നത്. ഇനി നമുക്ക് കുറേ ടാസ്ക് ഇതൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ടാസ്ക് അല്ല, ഒരു ടാസ്കും പിന്നെ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കാണ്ട്. കാരണം ചലഞ്ച് കുറേ ദിവസം നമ്മൾ ലാസ്റ്റൊക്കെ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. കാരണം ഞാൻ അടുത്ത എപ്പിസോഡ് നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ആക്കിണ്ടാവും. അതാ പ്ലാനിൻ്റെ. കാരണം ഈ എപ്പിസോഡ് ഞാൻ പറ്റില്ല. കാരണം ഈ എപ്പിസോഡ് നമ്മൾ ഇപ്പം തന്നെ അത്യാവശ്യം ഡ്യൂറേഷനായി. അപ്പം അടുത്ത എപ്പിസോഡ് മിക്കവാറും നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ആക്കുന്ന പ്ലാന്. അപ്പോൾ ഏറ്റവും എന്ത് പറഞ്ഞാൽ നമ്മുടെ കുട്ടി സോംബി കേസ് അവർ അടിക്കണ കേസ്. കാരണം നല്ല അടി നല്ല അടി ഫുൾ അടിയൊന്നും നമ്മുടെ ഈ കുട്ടി സോംബികളെ മനുഷ്യനെ സമ്മതിക്കില്ല. അമ്മ അടി അവർ സോഡ കടിച്ച് അടിക്കാൻ വൈബിന് കേസൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായത് നമ്മൾ ഞാൻ അത്ര ചെറുതൊക്കെ കാണുന്ന വിചാരിച്ചില്ല. പക്ഷേ പിന്നെ വിചാരിച്ചു വെറുതെ നല്ല ഡ്യൂറേഷൻ കേസ്, 1 മണിക്കൂർ അടുത്തുണ്ട്. അപ്പോൾ ഫുള്ളായി വരുമ്പോൾ അങ്ങനെ പറ്റില്ല കേസൊക്കെ. നമുക്ക് നമ്മുടെ മാപ്പ് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ റെഡി ആവില്ല, നല്ല ലോങ് ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഒരു 10H ഇട്ട് കാണിക്കാൻ വെച്ചത്. നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടാവും കേസൊക്കെ. നമ്മൾ അത്യാവശ്യം കുറേ ടൈം എടുത്ത് നമ്മൾ സെറ്റപ്പ് ആക്കിയത്. നമ്മൾ ടീമേറ്റ്സ് കുറേ നേരം ഇരുന്ന് അടിക്കുന്നത് കേസ്, ഇരുന്ന് ഫുൾ റൈഡ് ചെയ്യുന്നു വൈബുന്നു. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് കഴിഞ്ഞ് കണ്ടോളൂ. ഓക്കെ, സോ ഗൈസ് അങ്ങനെ കുറേ ടൈം വെച്ച് നമ്മൾ ഫുൾ അയ്യോ ലായിക്കളാം അതിന് ഡയമണ്ട് പോലെ ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറേ ടൈമത്ത് നമ്മളെ റൈഡിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ടീമേറ്റ്സൊക്കെ പോയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മളൊക്കെ എത്ര ഐറ്റംസ് കിട്ടി. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എക്സ്ട്രാ കീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ചധികം ബ്രീസ് റോസ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ കുറച്ച് ഓമൻ സ്പോട്ടിലായതും കിട്ടി. പിന്നെ നമ്മളെ ബാക്കി കുറച്ച് ഓമൻ സ്പോട്ടിൽസും ഉണ്ട് കേസൊക്കെ. നമുക്ക് 2 എക്സ്ട്രാ ഉണ്ട്. ഇതൊക്കെയാണ് ഓക്കെ നമുക്ക് കിട്ടിയത്. ഇത്ര ഐറ്റംസ് നമുക്ക് കിട്ടി. നമ്മൾ അത്യാവശ്യം വലിയൊരു റൈഡ് ചെയ്യുന്നു, കുറേ ടൈം എടുത്തു കേസ്. നമുക്ക് ആ വോൾട്ട് കുറേ ടൈം നമ്മൾ എടുത്തു കണ്ടിരിക്കാൻ. വോൾട്ട് കണ്ടിരിക്കാൻ നല്ല പാട്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രശ്നമാണ്. അതിനുശേഷം പിന്നെ കുഴപ്പമാണ്, സ്മൂത്തായി പോയി കേസൊക്കെ. പിന്നെ ചെറിയ ബഗ് അടിച്ചു. പിന്നെ ബഗ് അടിച്ച ശേഷം ഞാൻ വീഡിയോ ഓഫാക്കിയത്. കാരണം എൻ്റെ സ്പേസും കുറഞ്ഞു, പിന്നെ ബഗ്ഗായല്ലോ കേസ്. അപ്പം പിന്നെ കളിക്കാൻ പറ്റില്ല നമ്മുടെ. അപ്പോൾ റെക്കോർഡിങ് ഓഫാക്കി. അപ്പോൾ കേസ് നമുക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മാപ്പ് റൂമാണ്. നമ്മുടെ ടീമേറ്റ്സൊക്കെ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മാപ്പ് റൂം. ഇതിൻ്റെ പ്ലാൻ വരുന്നത് ഡബ്ബർ ഉണ്ടാക്കാൻ പ്ലാൻ. കാരണം ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. കാരണം സൂപ്പർ ബോബ് സെറ്റാക്കി വെച്ചാണ് ഈ സ്പേസ്. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അത് സൂപ്പർ ബോബ് പൊട്ടിച്ചാണ് സൂപ്പർ ബോബ് വീടുണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നമ്മളെ ഇൻവെൻറ്ററി മൊത്തം അതിന് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയാണ് നമ്മുടെ വീട് വരാൻ പോണത്.
ഒരു ചെറിയ ഹൗസാണ്. അതിനുള്ളിൽ ഞാൻ ഒരു ജാപ്പനീസ് ചെറിയ ഹൗസ്, അതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ അതിൻ്റെ മുകളിൽ എന്ന് പറയാം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ഇതുണ്ടാക്കും കേസ്. എന്തുണ്ടാക്കും ഓക്കെ. ഫസ്റ്റ് നമ്മുടെ മേപ്പർ പോയി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കുറച്ച് സ്ലാബ്സ് നോക്കണം. അതിൻ്റെ ഇത് ഞാൻ മറന്നുപോയി, ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ മറന്നുപോയി. നിങ്ങൾ ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണം കേസ്. ഓക്കെ, ഇതേപോലെ ചെയ്യുക. നിങ്ങൾ എത്ര വെക്കണ ഞാൻ ഒരു ചെറിയ ട്യൂട്ടോറിയൽ വെച്ച് കാണിക്കാം. എത്ര ഞാൻ മറന്നു 40/10 ആണ് കേസ്. ഓക്കെ, മുൻഭാഗം 14 പിന്നെ ഈ സൈഡ് ഭാഗം 14. അപ്പോൾ 40/10 ആണ് നമ്മളെ ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ 10/40 നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റോൺ ബ്ലോക്സ് സ്റ്റോൺ എടുത്തിട്ട് നമ്മൾ അതിനുള്ളിൽ ഫുള്ള് നമ്മൾ വെക്കണം. ഈ ഉള്ളിലുള്ള പോർഷൻ ഫുള്ള് നമ്മൾ സ്റ്റോൺ വെച്ച് കവർ ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മൾ ഫുൾ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പോർഷൻ നമ്മളെല്ലാ പോർഷനിലും ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സ്പ്രൂസ് ലോക്സ് ഒക്കെ വേണം. സ്പ്രൂസ് ലോക്സ് നമ്മൾ ഈ കോർണർ ബ്ലോക്സിൻ്റെ ഡയഗണലായിട്ട് തന്നെ കാണിച്ചത്. ഈ ബ്ലോക്സിൽ നമ്മൾ എല്ലാ കോർണർ ബ്ലോക്സിൽ നമ്മൾ ഒരു 3 ഇത് വെക്കണം ഗൈസ്. ഒരു 3 സ്പ്രൂസ് ലോക്ക് വെക്കണം. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളൊരു ചെറിയൊരു ടൈം ലാപ്സ് പോയി കാണിക്കാം. നമുക്ക് ഇനി കുറച്ച് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇത് ചെറിയ ഹൗസാണ്. നിങ്ങൾക്ക് അത്ര വലിയ യൂസ് ഒന്നും തോന്നില്ല ഗൈസ്. കാരണം അങ്ങനെയാണ്, അത്യാവശ്യം ഒരു ചെറിയ ഹൗസാണ്. ഇതിൻ്റെ റൂഫ് അത്യാവശ്യം ഭയമുണ്ട്. ബാക്കിയൊന്നും അത്ര കുഴപ്പമില്ല. ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, കുറച്ച് രീതിയിൽ ചെറുതായി പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ കാണിക്കാം ഗൈസ്. കാരണം ഫുള്ളായി കാണിക്കാൻ തന്നാൽ വെറുതെ ഇതാവും, ഒരു യൂസ് ഇല്ലാത്ത. കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന തോന്നുന്നില്ല, അതൊന്നും മാത്രമാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ട്യൂട്ടോറിയൽ ഫുള്ളാക്കി ഇടാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അതിന് വേണോ ഇനി കമൻറ്റ് ബോക്സിൽ പറയുക, നിങ്ങൾ സപ്പോർട്ട് തരീസ് പറയാൻ മതി. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മൾക്ക് കുറച്ച് കോൺക്രീറ്റ് വെക്കാണ്ട് അതിന് നമ്മൾ വാട്ടർ എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ട്യൂട്ടറിൽ പോയി ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ബേസിസൊക്കെ ഇങ്ങനെ ട്യൂട്ടറിൽ പോയി ചെറുതായി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേസ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾ പറഞ്ഞാൽ മാത്രം കേസ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇടും. ഈ വാട്ടർ കിട്ടില്ല ഞാൻ പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന റിലേറ്റബിളായിട്ട് വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട് കേസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ അറിയില്ല. കാരണം അത്യാവശ്യം നമ്മൾ ഇപ്പോൾ സപ്പോർട്ട് കുറഞ്ഞ് വരിക കേസ്. അതുകൊണ്ട് ഞാൻ പറയണമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ നമുക്ക് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടാകും, പിന്നെ ഇപ്പോൾ സപ്പോർട്ട് കുറഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത്രയ്ക്ക് പറയാനുള്ളൂ. സോ നമുക്ക് ഒന്നുമില്ല, ഞാനിനി ഒരു ചെറിയ ടൈം ലാപ്സ് ഉണ്ട് കേസ്. ഓക്കെ,
സോ ഗൈസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മളെ ബേസ് ആണ് നമുക്ക് കുറച്ചും കൂടി സ്റ്റേസ് വെക്കാണ്ട് നമുക്ക് ഇനി കുറച്ച് നമ്മൾ ഫസ്റ്റ് മുമ്പാകത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതേപോലെ മുമ്പാകത്ത് എന്ത് ഡാർക്കൊക്കെ വെച്ച പോലെ ഡാർക്കൊക്കെ സ്റ്റേസ് വെച്ച പോലെ നമ്മൾ ഇത് വെക്കണം. പിന്നെ നമുക്കിതാ എല്ലാ കോർണേഴ്സിലും നമ്മൾ ട്രാപ്പ് ഡോസ് നോക്കണം. നമ്മൾ കുറച്ച് കാണിച്ചു തരാം. കുറേ ഫുള്ള് കാണിക്കാതിരിക്കില്ല കാരണം നമുക്കൊന്നും മനസ്സിലാവായിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ ഇനി ഇവിടെയും ഇങ്ങനെ ഇങ്ങനെ അവിടെ മുമ്പിൽ വെച്ച പോലെ നമുക്ക് കുറച്ച് ഡാർക്ക് സ്റ്റേസ് വെക്കണം. ഓക്കെ, സോ ഗൈസ് നമ്മൾ അടിയത്തെ മൊത്തം കഴിഞ്ഞിട്ട് നമുക്ക് റൂഫ് മാത്രമേ ചെയ്യാനുള്ളൂ. കാണില്ല ഗൈസ്, ഇങ്ങനെ ഇപ്പോൾ കാണാൻ നമുക്ക് ലുക്ക് വേണം. ഞാൻ ഫുള്ളായി കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പോൾ നമ്മളെ ലുക്ക് കാണാല് ഇനി നമുക്ക് കുറച്ചും കൂടി റൂഫ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് കൂടുതലും നമുക്കിങ്ങനെ എല്ലാ സൈഡിലും നമുക്കിങ്ങനെ വെക്കണം. അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ റൂഫ് ഫുൾ ബിൽഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇൻറ്റീരിയറും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ഓക്കെ, സോ ഗൈസ് അങ്ങനെ നമ്മൾ ഫുൾ ബിൽഡ് കഴിഞ്ഞ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ റൂഫ് ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, ഞാൻ കുറേ ഇരുന്ന് കുത്തി ഉണ്ടാക്കിയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് മറക്കരുത്. പിന്നെ ഞാൻ വേറൊരു പുതിയ സാധനമുണ്ട്, ഹൈപ്പ് പറഞ്ഞിട്ട്. ഹൈപ്പ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് സൈഡിൽ ഇതാക്കിയാൽ നമ്മൾ അപ്പോൾ ഒരു ഹൈപ്പ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും ഹൈപ്പ് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് പരമാവധി എല്ലായിടത്തും എത്താൻ നോക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയൊരു ഇൻറ്റീരിയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ മാപ്പ് റൂം അല്ല. ഓക്കെ, നമ്മൾ കുറച്ച് ഫേഴ്സ് കുറച്ച് ചെസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാപ്പ് നമ്മുടെ നോർമൽ മാപ്പ്. ഞാൻ കുറേ നേരം ഈ മാപ്പൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഉറപ്പായി ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കുട്ടികളല്ല കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ട്രാപ്പ് ഡോർ വെക്കണം ആഗ്രഹം. പിന്നെ അയച്ചു കാരണം എന്തിനാ സ്പേസ് കുറവ്. നമ്മൾ ഇങ്ങനെ നേരെ കയറി വരുന്ന ഭാഗത്താണ് നമ്മൾ ട്രാപ്പ് ഡോർ വെക്കുക. അതുകൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉറപ്പായി ലൈക്ക് ചെയ്യുക. കാരണം കുറേ നേരം ഇരുന്ന് ഉണ്ടാക്കിയതാണ്. ഓക്കെ, സോ പിന്നെ നിങ്ങൾ ഈ ദേവസ്വത്തിന് മുമ്പത്തെ എപ്പിസോഡും കണ്ടിട്ട് നിങ്ങൾ വേഗം പോയി കാണുക. കാരണം അത്യാവശ്യം നമ്മൾ കുറേ 4 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. നമ്മളെ റോജ് ലീബ്സ് അവൻ്റെ വീട് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ വീട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ സൂപ്പർ ബോബിൻ്റെ വീട്. വളരെ സ്ലീസ് കാണാൻ ഞാൻ ഉള്ളത് മൊത്തത്തിൽ കാണിച്ചു തരാം. പിന്നെ ചെറിയൊരു ബഗ് ഉണ്ട്. ആ ബഗ് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ബഗ് വരുമ്പോൾ നമ്മുടെ ഇതില്ലേ എല്ലാ സൈഡിലും ഒരേപോലെ കാണാൻ സൂപ്പർ ബോബിൻ്റെ ഇത് ഒരു ലാഡർ ബഗ് പറഞ്ഞ ഒരു ബഗ് ഉണ്ടാകും. പിന്നെ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഫിക്സർ അല്ലായിരുന്നു ഈ ലാഡർ. അപ്പോൾ മോൾക്ക് കയറാൻ പറ്റിയതല്ല. അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ ചെയ്ത പോലെ അത്യാവശ്യം നന്നായിട്ട് സൂപ്പർ ബോബ് ചെയ്യുന്നുണ്ട്. കളേ മോൾക്ക് കയറാൻ പറ്റില്ല അല്ലേ, ചെറിയൊരു ബഗ്ഗാണ്. ആ ബഗ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അത് ഫിക്സ് ആക്കിയാണ്. ഇപ്പോൾ ഫിക്സ് ആക്കി ഇല്ല, ആ ടൈമിൽ ഫിക്സ് ആക്കിയില്ല. പിന്നെ അതാണ് നമ്മുടെ സ്വന്തം പൊട്ടിക്കണ്ട് അത്രയുള്ളൂ. അതാണ് നമ്മുടെ ഇവിടെ സ്വന്തം ഡോഡ് ലീപ്സിൻ്റെ ഹൗസ് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ ഹൈൻ ഫാം നമുക്കറിയാലോ, സാധാരണ നോർമൽ ഹൈ ഫാം. പിന്നെ നമുക്ക് ഈ അയൺ ഫാം ഒന്ന് ബിൽഡാക്കണം. അത് എനിക്ക് പ്ലാൻ ഉണ്ട്. ഞാൻ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബിൽഡ് ചെയ്യിപ്പിക്കാറും. അപ്പോൾ നമ്മുടെ സ്വന്തം നമ്മളെ ഡോജീപ്സിൻ്റെ ബേസ് അത്ര ഇൻറ്റീരിയർ ചെയ്തില്ല, എക്സ്റ്റീരിയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇൻറ്റീരിയർ ഞാൻ ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിച്ചസ്റ്റ് പീപ്പർ പള്ളിമുക്ക് ടീം റിച്ചസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ബാൽക്കണിക്ക് ഉണ്ട്. നമ്മുടെ വീടൊക്കെ കാണാൻ പറ്റും. എൻ്റെ ഇവിടുന്ന് കാണാൻ പറ്റും, സൂപ്പർവിന് കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. പിന്നെ നമ്മളെ ഉണ്ടാക്കിയ ഹൗസും ഇവിടുന്ന് കാണാൻ പറ്റും. പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ ഔട്ടറൊക്കെ പോയി. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇവിടെ ചെയ്യുന്നു. അത്യാവശ്യം വലിയൊരു വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ട്രയൽ ചേമ്പർ റൈഡിന് പോയി. പിന്നെ നമ്മളെ മാപ്പ് റൂം സെറ്റാക്കി. അതിന് മുന്നേ ഔട്ടർ നമ്മൾ ഇൻട്രോ നമ്മളപ്പോൾ എല്ലാവരും ഉണ്ടാകുന്നു, ഔട്ട്ഡോറിൽ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ചലഞ്ച് കംപ്ലീറ്റ് ആക്കും. നമ്മുടെ നേരത്തെ പോർട്ടൽ ബിൽഡാണ് ചലഞ്ച് കംപ്ലീറ്റ് ആക്കുന്നതാണ് ഉറപ്പായിട്ടും. സോ ഇറ്റ്സ് മീ അത്തൽ ഹാറ്റ് സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.